എക്സ്പെരിമെന്റൽ മൂവിയാണ്. സെക്കൻഡ് ഹാഫ് ഒക്കെ എന്താണ് എക്സ്പെരിമെന്റ് ആയിട്ട്? റൊമാൻസ് ഉണ്ട്, എന്താണ് ഫൈറ്റ് ഉണ്ട്, സൈക്കോളജിക്കൽ ആ ഒരു പാർട്ടാണ് ഫോക്കസ് ചെയ്യുന്നത്. അങ്ങനത്തെ അച്ഛൻ മകൻ, അതെ അച്ഛൻ മകൻ ഉണ്ട്, പക്ഷെ കംപ്ലീറ്റ്ലി ഇങ്ങനെ അറിയാൻ പറ്റില്ല. സൈക്കോളജിക്കൽ പാർട്ടിലാണ് പോയത്. ബ്രോ പടം എങ്ങനെയുണ്ട്? ബ്രോ പടം എങ്ങനെയുണ്ട്? KGF-നെ വല്ലോ? KGF-നെ വല്ലോ ബ്രോ? നല്ല ബോറ് പടം, ആര് പോയി കാണരുത്. ബ്രോ പടം എങ്ങനെയുണ്ട്? പടം എങ്ങനെയുണ്ട് ബ്രോ? എങ്ങനെയുണ്ട് പടം? എങ്ങനെയുണ്ട്? KGF-നെ വല്ലോ ബ്രോ? എങ്ങനെയുണ്ട് പടം? എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് പടം? ബ്രോ പടം എങ്ങനെയുണ്ട്? ബ്രോ പടം എങ്ങനെയുണ്ട്? റീറ്റിയാലും പോയി കാണാതെ വെച്ചാൽ പടം. KGF-നെ വല്ലോ ബ്രോ? എങ്ങനെയുണ്ട്? ബ്രോ എങ്ങനെ പടം എങ്ങനെയുണ്ട്? KGF-നെ വരില്ല ബ്രോ? എങ്ങനെയുണ്ട് ബ്രോ? എങ്ങനെയുണ്ട് പടം? എങ്ങനെയുണ്ട് ബ്രോ? പടം 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 രണ്ടു ആക്കി പടം എങ്ങനെയുണ്ട്? പടം എങ്ങനെയുണ്ട് ബ്രോ? പടം എങ്ങനെ ഉണ്ടായിരുന്നു ബ്രോ? എന്താണ് മോശമായിട്ട് തോന്നിയത്? ഒന്നുമില്ല, എൻഗേജിങ് ആയിട്ടുള്ള ഒരു ഫാക്ടറായിട്ട് പടത്തിലൊന്നുമില്ല. ഒരു ഒന്നാമത്തെ കാര്യം 3 മണിക്കൂർ 15 മിനിറ്റ് ഉണ്ട്. ആ പടം ഇങ്ങനെ കണ്ടു തീർക്കാൻ പറ്റ പാടും. പിന്നെ യാസിനൊക്കെ ഒരുപാട് മലയാളികൾക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇത് ഭയങ്കര മോശമായി. പുള്ളിയൊന്നും ചെയ്യാനില്ല ഈ പടത്തിൽ. എന്തൊക്കെയോ യാസിനാണോ ആക്ഷൻ സീക്വൻസ് മാത്രം കൊള്ളാം. പക്ഷെ എന്നാൽ പോലും കുറെ അൺവാണ്ടറാണ്. വെറുതെ വെടിവെക്കുന്നു, വെറുതെ അങ്ങോട്ട് നടക്കുന്നു, വെറുതെ സെറ്റ് അടിക്കുന്നു. പിന്നെ അറിയാലോ ഈ പടത്തിലെ മെയിൻ മറ്റേ 18+ ആയിട്ടുള്ള കുറേ സീനുകൾ എല്ലാം ഇങ്ങനെ വെറുതെ വെച്ചേക്കുന്നു. എന്തിനോ വേണ്ടി എടുത്ത പടം. സത്യം പറഞ്ഞാൽ ഉറക്കം പോയി വെറുതെ മനുഷ്യന് ഇത്രയും ദൂരവും വന്ന് 20 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് വന്നാണ്. പൊന്നു ബ്രോ, ആരും നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 2 മാസം കഴിയുമ്പോൾ OTT കാണാം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.